കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ 3, 2025. ഒന്നാമത്തെ ചോദ്യം, 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരി ആരാണ്? വിദുഷി വി ദീക്ഷയാണ്. ആരാണ്? വിദുഷി വി ദീക്ഷയാണ്. 216 മണിക്കൂർ തുടർച്ചയായി ഭരതനാട്യ നൃത്തം അവതരിപ്പിച്ചുകൊണ്ട് ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയ കലാകാരി. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായി ഉഗാണ്ടയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് തൈ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം കരിമുണ്ട പന്നിയൂർ 1. കരിമുണ്ട പന്നിയൂർ 1 ആണ് കേരളത്തിൽ നിന്ന് ഉഗാണ്ടയിലേക്ക് ആദ്യമായി കയറ്റുമതി ചെയ്യുന്ന കുരുമുളക് ഇനങ്ങൾ. കരിമുണ്ട പന്നിയൂർ 1. കരിമുണ്ട കേരളത്തിലെ പരമ്പരാഗതവും ഉൽപാദനശേഷിയുള്ളതുമായ കുരുമുളക് ഇനമാണ്. പന്നിയൂർ 1 കേരള കൃഷി വിജ്ഞാന സർവകലാശാല വികസിപ്പിച്ച ഉയർന്ന വിളവെടുപ്പ് നൽകുന്ന ഹൈബ്രിഡ് ഇനമാണ്. ഏത്? പന്നിയൂർ 1 എന്ന് പറയുന്നത്. കരിമുണ്ട എന്ന് പറയുന്നത് പരമ്പരാഗത ഉൽപാദനശേഷിയുള്ള കുരുമുളക് ഇനവും പന്നിയൂർ 1 എന്ന് പറയുന്നത് ഉയർന്ന വിളവെടുപ്പ് നൽകുന്ന ഹൈബ്രിഡ് ഇനവുമാണ്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 2024-25 വർഷത്തിൽ സമുദ്രോൽപാദന കയറ്റുമതിയിൽ 1ാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് ഉത്തരം. തമിഴ്നാട് 2ാം സ്ഥാനം അല്ലെ? ആന്ധ്രാപ്രദേശില് ചെമ്മീൻ കയറ്റുമതിയുടെ പ്രധാന കേന്ദ്രമായിട്ട് ആന്ധ്രാപ്രദേശ് മാറിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഓക്കെ അല്ലെ? നാലാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബർ 2 ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേക്ക് ഇൻ ഇന്ത്യ ചിപ്പുകളുടെ ആദ്യ സെറ്റ് ആരാണ് കൈമാറിയത് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്ന് പറഞ്ഞാൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഈ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ദേശീയ സെമികണ്ടക്ടർ ചിപ്പുകളാണ്. ആ ചിപ്പുകളാണ് മേക്ക് ഇൻ ഇന്ത്യ ചിപ്പുകൾ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 2025 സെപ്റ്റംബർ 2 കൈമാറി. ഓക്കെ. അഞ്ചാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബർ 2 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഇന്ത്യയുടെ ആദ്യത്തെ അംബാസഡറായി ആരെയാണ് നിയമിച്ചത് എന്ന് ചോദിച്ചാൽ ഡോക്ടർ ദീപക് മിത്തലിനെയാണ് 2025 സെപ്റ്റംബർ 2 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഇന്ത്യയുടെ അടുത്ത അംബാസഡറായിട്ട് നിയമിച്ചത് ഡോക്ടർ ദീപക് മിത്തൽ. ആറാമത്തെ ചോദ്യം, വിയറ്റ്നാം അതിന്റെ 80ാം സ്വാതന്ത്ര്യ വാർഷികം ഒരു മഹത്തായ സൈനിക പരേഡോട് കൂടിയാണ് ആഘോഷിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഹനോയിലാണ് ആഘോഷിച്ചത്. എവിടെയാണ്? ഹനോയി. ദേശീയ ഐക്യവും സൈനിക ശക്തിയും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുക എന്നതാണ് പരേഡിന്റെ ലക്ഷ്യം. ചടങ്ങിൽ വിയറ്റ്നാമിന്റെ ചരിത്രവും സ്വാതന്ത്ര്യ സമര പൈതൃകവും ഉയർത്തിക്കാട്ടി. ലുങ് കുങ് ആണ് വിയറ്റ്നാമിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. ആരാണ്? ലുങ് കുങ് ആണ് വിയറ്റ്നാമിന്റെ പ്രസിഡന്റ്. ഓക്കെ അല്ലെ? വിയറ്റ്നാമിന്റെ 80ാമത്തെ സ്വാതന്ത്ര്യ വാർഷികം എവിടെയാണ് ആഘോഷിച്ചത്? ഹനോയിലാണ് ആഘോഷിച്ചത്. ഓക്കെ. ഏഴാമത്തെ ചോദ്യം, അടുത്തിടെ 800 പേരോളം ആളുകളുടെ മരണത്തിന് കാരണമായ ഭൂകമ്പം ഉണ്ടായത് എവിടെയാണ്? നമ്മുടെ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിലാണ് 800 പേരോളം മരണത്തിന് കാരണമായ ഭൂകമ്പം ഉണ്ടായത്. അഫ്ഗാനിസ്ഥാൻ. ഭൂകമ്പം 2025 ഓഗസ്റ്റ് അവസാനത്തോടെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ ഭൂകമ്പത്തിന്റെ ശക്തി 6.4 മുതൽ 6.5 മാഗ്നിറ്റ്യൂഡ് രേഖപ്പെടുത്തിയിരുന്നു. റിക്ടർ സ്കെയിലിൽ 6.4, 6.5. ഓക്കെ അല്ലെ? അതിനെ ഹെറാത്ത് പ്രവിശ്യയാണ് ഏറ്റവും അധികം ഈ ഒരു ഭൂകമ്പത്തിന്റെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഹെറാത്ത് പ്രവിശ്യ. എട്ടാമത്തെ ചോദ്യം, ആഗോള സമാധാന സൂചിക 2025 ആഗോള സമാധാന സൂചികയിൽ 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം, ആഗോള സമാധാന സൂചിക 2025 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഐസ്ലാൻഡ് ആണ്. ഏതാണ്? ഐസ്ലാൻഡ്. 2008 മുതൽ തുടർച്ചയായി 1ാം സ്ഥാനത്ത് നിലനിൽക്കുന്ന രാജ്യം ഏതാണ്? ഐസ്ലാൻഡ് ആണ്. റാങ്കിങ് 3 മേഖലകളിലായാണ് വിലയിരുത്തുന്നത്. 1 സാമൂഹിക സുരക്ഷ, 2 സംരക്ഷണം,
പിന്നെ സാമൂഹ്യ സുരക്ഷാ സംരക്ഷണം, തുടരുന്ന സംഘർഷങ്ങൾ, സൈനിക ഏകീകരണം എന്നിവ വിലയിരുത്തിയിട്ടാണ് എന്താണ് ആഗോള സമാധാന സൂചിക തയ്യാറാക്കുന്നത്. 2025 ആഗോള സൂചിക പ്രകാരം 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? ഐസ്ലൻഡ് ആണ്. ഐസ്ലൻഡ് 2008 മുതൽ തുടർച്ചയായിട്ട് 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നു. 9ാമത്തെ ചോദ്യം, ICC വനിതാ ഏകദിന ലോകകപ്പ് ചാമ്പ്യന്മാരുടെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ് പുതുക്കിയ സമ്മാനത്തുക? 39.55 കോടി രൂപയാണ്. 39.55 കോടി രൂപയാണ് പുതുക്കിയ സമ്മാനത്തുക. മുമ്പത്തെ ലോകകപ്പിൽ അല്ലെങ്കിൽ 2022 മുമ്പ് ലോകകപ്പ് നടന്നത്. 2022 മുമ്പത്തെ ലോകകപ്പിൽ നൽകിയിരുന്നത് 11.65 കോടിയായിരുന്നു. 11.65 കോടിയായിരുന്നു. ഇപ്പോൾ അത് 39.55 കോടി രൂപയായിട്ട് വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. 297% വർധനയുണ്ടായി. ഇതോടെ വനിതാ ലോകകപ്പിന്റെ സമ്മാനത്തുക പുരുഷന്മാരുടെ 2023 ലോകകപ്പിനേക്കാൾ കൂടുതലായി എന്നാണ് പറയുന്നത്. 10ാമത്തെ ചോദ്യം, ലോക നാളികേര ദിനം എല്ലാ വർഷവും ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? ലോക നാളികേര ദിനം എന്ന് പറയുന്നത് എന്നാണ് എല്ലാ വർഷവും ആഘോഷിക്കുന്നത്? സെപ്റ്റംബർ 2-നാണ്. ആഗോള പ്രവർത്തനത്തിന് പ്രചോദനം നൽകുക, നാളികേരത്തിന്റെ ശക്തി കണ്ടെത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രമേയം. എന്താണ്? ആഗോള പ്രവർത്തനത്തിന് പ്രചോദനം നൽകുന്ന നാളികേരത്തിന്റെ ശക്തി കണ്ടെത്തൽ എന്നുള്ളതാണ് ഈ ദിനത്തിന്റെ പ്രമേയം. ദിനാചരണത്തിന്റെ ലക്ഷ്യം നാളികേരത്തിന്റെ സാമ്പത്തിക, ആരോഗ്യ, സാംസ്കാരിക പ്രാധാന്യം പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ 4, 2025. ഓക്കെ അല്ലേ? 1ാമത്തെ ചോദ്യം എന്താണ്? യുകെയിലെ ഏത് നഗരത്തിലാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്? യുകെയിലെ ഏത് നഗരത്തിലാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ലിവർപൂൾ ആണ്. എവിടെയാണ്? ലിവർപൂളിലാണ് ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ആരംഭിക്കുന്നത്. ഉത്തരം ലിവർപൂൾ. പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് പുതിയ ബോഡിയിലാണ് ആദ്യ പതിപ്പ് ലോക ബോക്സിംഗ് നടക്കുന്നത്. എവിടെയാണ്? യുകെയിലെ ലിവർപൂളിലാണ് നടക്കുന്നത്. ഇന്ത്യൻ താരങ്ങളായ നിഖത് സരീൻ 51 കിലോഗ്രാം വിഭാഗം, ലൗലീന ബോർഗെയിൻ 75 കിലോഗ്രാം വിഭാഗം എന്നിവർ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട് രംഗത്ത് ഇറങ്ങുന്നുണ്ട്. ഓക്കെ അല്ലേ? 2ാമത്തെ ചോദ്യം, അധിനിവേശ സെന്ന സ്പെക്ടബിലിസിനെ ആദ്യമായി ഉന്മൂലനം ചെയ്യുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്? കേരളമാണ്. അധിനിവേശ സെന്ന സ്പെക്ടബിലിസിനെ ആദ്യമായി ഉന്മൂലനം ചെയ്യുന്നതിൽ മുന്നിലുള്ള സംസ്ഥാനം കേരളം. സെന്ന സ്പെക്ടബിലിസ് എന്നുള്ളത് ഒരു അധിനിവേശ സസ്യമാണ്. സസ്യമാണ്. വന്യജീവി സങ്കേതങ്ങൾക്കും ജീവ വൈവിധ്യത്തിനും ഭീഷണി ഉയർത്തുന്ന സസ്യമാണ് സെന്ന സ്പെക്ടബിലിസ് എന്ന് പറയുന്ന സസ്യം. ഇന്ത്യയിൽ ആദ്യമായി ഉന്മൂലന നടപടികൾ ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി സസ്യത്തിന്റെ ഉന്മൂലന നടപടികൾ ആരംഭിച്ചത് എവിടെയാണ്? കേരളത്തിലാണ്. 3ാമത്തെ ചോദ്യം, സംസ്ഥാന PSCകളുമായി മികച്ച രീതികൾ പങ്കിടുന്നതിനായി ഒരു സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കാൻ തീരുമാനിച്ച സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചാൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ്. UPSC ആണ്. ഭരണകാര്യങ്ങളിൽ നവീന സമീപനങ്ങളും കാര്യക്ഷമതയും ഉറപ്പാക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 4ാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബർ 22 മുതൽ GST കൗൺസിൽ എത്ര നികുതി സ്ലാബുകളാക്കി ലളിതമാക്കിയിരിക്കുന്നു? പ്രധാനപ്പെട്ട ചോദ്യമാണ്, പഠിച്ചോണം. 2025 സെപ്റ്റംബർ 22 മുതൽ GST കൗൺസിൽ എത്ര നികുതി സ്ലാബുകളാക്കി ലളിതമാക്കിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 5%, 18%, 5%, 18% 2 സ്ലാബുകളായിട്ട് ലളിതമാക്കിയിരിക്കുന്നു. 2025 സെപ്റ്റംബർ 22 മുതൽ GST കൗൺസിൽ പുതിയ തീരുമാനം നടപ്പിലാക്കും. 2025 സെപ്റ്റംബർ 22 മുതൽ GST സ്ലാബുകൾ 4-ൽ നിന്ന് 2 കുറച്ചു. GST സ്ലാബുകൾ നേരത്തെ 4 ആയിരുന്നു, ഇപ്പോൾ അത് 4-ൽ നിന്ന് 2 കുറച്ചു. 5%, 18%, 5%, 18%ആയിട്ടാണ് കുറച്ചത്. അത് നേരത്തെ, അതായത് 12%, 28% നീക്കം ചെയ്തിട്ട് അത് എന്താക്കി മാറ്റി? 5%, 18%ആയിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. ഓക്കെ അല്ലേ? 6ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി
കൈകോർക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണ് കമ്പനികൾ? ടാറ്റയും മെർക്കും. ഏതൊക്കെയാണ്? ടാറ്റയും മെർക്കും. ആറാമത്തെ ചോദ്യം, 2025 ദേശീയ അധ്യാപക അവാർഡുകൾക്കായി എത്ര അധ്യാപകരെയാണ് തിരഞ്ഞെടുത്തത്? 45 അധ്യാപകരെയാണ് തിരഞ്ഞെടുത്തത്. 2025 ദേശീയ അധ്യാപക അവാർഡുകൾക്കായി 45 അധ്യാപകരെയാണ് തിരഞ്ഞെടുത്തത്. ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? സെപ്റ്റംബർ 5-നാണ്. വിദ്യാഭ്യാസ രംഗത്തെ സമർപ്പണവും നവീന സംഭാവനകളും പരിഗണിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അവാർഡുകൾ നേടിയവർ 27 സംസ്ഥാനങ്ങൾ, 7 കേന്ദ്രഭരണ പ്രദേശങ്ങൾ, 6 സംഘടനകൾ എന്നിവയിൽ നിന്നുള്ള 24 പുരുഷന്മാരും 21 സ്ത്രീകളും. അപ്പൊ എത്ര പേരായി? 45 ആൾക്കാരാണ് ഈ ഒരു അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ അല്ലെങ്കിൽ നേടിയവർ. ഏഴാമത്തെ ചോദ്യം, ലൂയിസ് എച്ച് സള്ളിവന്റെ പൈതൃകത്തെ ആദരിച്ച് സെപ്റ്റംബർ 3 ആചരിക്കുന്ന ദിനം എന്താണ്? സ്കൈ സ്ക്രാപ്പർ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. സ്കൈ സ്ക്രാപ്പർ ദിനം സെപ്റ്റംബർ 3. ലൂയിസ് എച്ച് സള്ളിവന്റെ പൈതൃകത്തെ ആദരിച്ച് സെപ്റ്റംബർ 3 ആചരിക്കുന്ന ദിനം സ്കൈ സ്ക്രാപ്പർ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. വർഷം തോറും സെപ്റ്റംബർ 3 സ്കൈ സ്ക്രാപ്പർ ദിനമായിട്ട് ആചരിക്കുന്നു. സ്കൈ സ്ക്രാപ്പർ കെട്ടിടങ്ങളുടെ പിതാവാണ് ലൂയിസ് എച്ച് സള്ളിവൻ. ഓക്കെ, അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഈ ഒരു ദിനമായിട്ട് ആചരിക്കുന്നത്. ഡിസൈനിൽ രൂപം പ്രവർത്തനത്തെ പിന്തുടരുന്നു എന്ന തത്വം അദ്ദേഹം അവതരിപ്പിച്ചു. സ്കൈ സ്ക്രാപ്പർ കെട്ടിടങ്ങൾ പുരോഗതി, കാര്യക്ഷമത, അഭിമാനം, ടൂറിസം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. ഓക്കെ അല്ലേ? എട്ടാമത്തെ ചോദ്യം, ബാറ്ററി മാലിന്യവും ഉപയോഗിച്ച് നിർണായക ധാതുക്കളുടെ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1500 കോടി രൂപയുടെ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത് ആരാണ്? ഉത്തരം കേന്ദ്ര മന്ത്രിസഭയാണ്. നാഷണൽ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ബാറ്ററി മാലിന്യവും നിന്ന് നിർണായക ധാതുക്കൾ പുനരുപയോഗിക്കുകയാണ് ലക്ഷ്യം. ഓക്കെ, ശാശ്വത വികസനത്തെയും ഹരിതോർജ മേഖലയെയും പിന്തുണയ്ക്കുന്ന ഒരു തീരുമാനമാണ് ഇത്. ഒൻപതാമത്തെ ചോദ്യം, തുടർച്ചയായ 7ാം വർഷവും NIRF റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം ഏതാണ്? IIT മദ്രാസ് ആണ്. എന്താണ്? തുടർച്ചയായ 7ാം വർഷവും NIRF റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനം IIT മദ്രാസ് ആണ്. വിദ്യാഭ്യാസ നിലവാരം, ഗവേഷണ സംഭാവന, നവീകരണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് വിജയത്തിന് അടിസ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. 10ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭ യോഗത്തിന് മുന്നോടിയായി ആഗോള മാനസികാരോഗ്യ പ്രതിസന്ധിയെ കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ ലോകാരോഗ്യ സംഘടനയാണ്. ഒന്നുകൂടെ വായിക്കാം ചോദ്യം. ഐക്യരാഷ്ട്രസഭ യോഗത്തിന് മുന്നോടിയായി ആഗോള മാനസികാരോഗ്യ പ്രതിസന്ധിയെ കുറിച്ച് റിപ്പോർട്ട് പുറത്തിറക്കിയ സംഘടനയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന. ഓക്കെ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ, വേൾഡ് മെന്റൽ ഹെൽത്ത് ടുഡേ, മെന്റൽ ഹെൽത്ത് അറ്റ്ലസ് 2024 എന്നിവ ഇതിന്റെ ഭാഗമായിട്ട് പുറത്തിറക്കി.